നമസ്കാരം. അങ്ങനെ മാട പരിപാടിയുമായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. 2 പുലികൾ. ഇന്ന് ആദ്യ റെഡ് കാർപ്പറ്റിലെ 2 പുലികളാണ്. രണ്ടും വെറൈറ്റി പുലികൾ അല്ലേ? വെറൈറ്റി പുലികൾ. പറയൂ. എന്താണ്, ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം മായയുടെ ഒരു ജനറൽ ബോഡിയാണ്. അപ്പോൾ ഈ ജനറൽ ബോഡിയിൽ നമ്മുടെ അംഗങ്ങളെല്ലാം കൂടെ ഒത്തൊരുമിച്ച് കുടുംബസമേതം കാണുന്ന ഒരു വലിയൊരു മീറ്റിംഗ് കൂടിയാണ്. അതിലുപരി തന്നെ നമ്മുടെ ഒരു 309 മെമ്പേഴ്സ് എല്ലാവരും ഇന്ന് ഇവിടെ വരികയും ചെയ്യും. അതിലുപരി തന്നെ നമ്മൾ ഇത് മായുടെ ജനറൽ ബോഡിക്ക് ഏറ്റവും അധികം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമുക്ക് ഈ പറയുന്ന പോലെ സ്പോൺസർഷിപ്പായിട്ട് തന്നെയാണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ ഘടകങ്ങളിലും നമ്മളോടൊത്ത് സഹകരിച്ച് ഈവൻ അലി അടക്കമുള്ള ആൾക്കാർ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മൈജിയെ പോലുള്ള സ്പോൺസേഴ്സിനെയൊക്കെ ഒപ്പിച്ച് തന്നു. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ്. ഈ ഒരു സന്തോഷ നിമിഷം പങ്കിടാൻ പ്രത്യേകിച്ച് മഹേഷിനെ പോലുള്ള ഗംഭീര ആർട്ടിസ്റ്റുകൾ നമ്മുടെ മെമ്പർമാരാണ് എന്ന് പറയുന്ന നമുക്ക് ഒരുപാട് അഭിമാനമുണ്ട്. അല്ലേ മഹേഷ്? പിന്നെ പുള്ളിയെ കിട്ടാനില്ല. ഇപ്പോൾ എല്ലാം പറയുന്ന പോലെ നമ്മൾ നോക്കുമ്പോഴൊക്കെ ഓസ്ട്രേലിയ, അമേരിക്ക എല്ലായിടത്തും നടക്കുന്ന ഒരാളാണ്. അല്ല, അത് നമുക്ക് അഭിമാനമാണ്. പിന്നെ നമുക്ക് അഭിമാനമാണ്. മഹേഷ് നമ്മുടെ ആളാണ്. എവിടെ പോയാലും അവിടെ ഉണ്ട്. നമ്മുടെ മിമിക്രിയുടെ അഭിമാനമുള്ള മഹേഷ് അവിടെ നമ്മൾ കാണുമ്പോഴും. അതെ അതെ അതെ. കാര്യം നിങ്ങളൊക്കെ കുറെ ഓടിയല്ലോ ഓസ്ട്രേലിയ, അമേരിക്ക. മഹേഷ് ഒന്ന് ഓട്ടെ. അല്ല മഹേഷ്? അങ്ങനെയൊന്നുമില്ല. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. വർഷത്തിൽ ഒരു വട്ടമാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നത്. ഇപ്പോൾ നമ്മൾ മിമിക്രിയിൽ സീനിയേഴ്സായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരോടൊപ്പം ഒരുമിച്ച് കുറച്ച് സമയം ചിലവഴിക്കാൻ കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. അതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും ഇപ്പോഴല്ലേ ഒരുമിച്ച് കാണാൻ പറ്റും. അപ്പോൾ മഹേഷ്, നമുക്ക് നിങ്ങൾ രണ്ടുപേരും 2 സ്റ്റാറുകളൊക്കെ ചെയ്യുന്ന പലതും ചെയ്യുന്ന മഹേഷ് ഒറ്റ കാര്യമാണ് എനിക്ക് പിണറായി വിജയൻ്റെ സൗണ്ടിൽ നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ നമുക്ക് ഒന്ന് വിളിക്കാം. അത് ഒരുപാട് ടൈം എടുക്കും സംസാരിച്ച് വരുമ്പോൾ. ജസ്റ്റ് ഒന്ന് സമയം എടുത്തോട്ടെ. എനിക്ക് സമയം എടുക്കാൻ ഇഷ്ടം. ഇത് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ജനറൽ ബോഡി നടക്കുകയാണ്. മാത്രമല്ല, ഇത് ഈ ജനറൽ ബോഡിയിൽ അത് പ്രചോദനം ഇടക്ക് കയറിച്ചിരിക്കരുത്. ഈ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ കലാകാരന്മാർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? പ്രചോദിന്റെ മെയിൻ സൗണ്ടുകളുണ്ട്. എനിക്ക് പ്രചോദിന്റെ സൗണ്ടുകൾ മെയിൻ ഏതാണ് അതൊന്ന് പറയാം. പ്രചോദ് ചേട്ടൻ്റെ, നമ്മുടെ ബാബു നമ്പൂരി, മണിച്ചേട്ടൻ. അപ്പം മണിച്ചേട്ടൻ്റെ സൗണ്ടിൽ ഒന്ന് ക്ഷണിക്കാം. മണിച്ചേട്ടൻ നമുക്ക് ഓർക്കാതെ മിമിക്രിക്കാർക്ക് സ്റ്റേജിൽ നിൽക്കാൻ അറിയതില്ല കേട്ടോ. മണിച്ചേട്ടൻ ഓർക്കാതെ എനിക്ക് പോലും ഇവിടെ നിൽക്കാനുള്ള അർഹതയില്ല എന്നുള്ള വിശ്വസിക്കുന്നത്. അപ്പം മണിച്ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ആളുകളൊന്ന് വിളിച്ച് കയറ്റുന്നത് എങ്ങനെയാന്ന് നോക്കാം. പാട്ട് പാടിയാൽ പോലെ ഒന്ന് അന്ന് പാട്ടിന്റെ എന്നെ ഒന്ന് വിളിച്ചും കയറ്റാം നമുക്ക്. പാട്ടിന്റെ എല്ലാവരും കയറിയിരിക്കാനും പറയാം. സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രിയമുള്ള കലാപ്രേമികളെ, ഇത് ഞാനാ നിങ്ങളുടെ കലാഭവമണി അങ്ങനെയുള്ള സൗണ്ടുകളാണ് നമ്മൾ അനുകരിച്ചുകൊണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറില്ലേ, നിഴലുപോൾ മറ്റേ നീ കൂടെ നടന്നെങ്കിൽ, അങ്ങനത്തെ ഒരു പാട്ടാണ്. മിന്നുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പം ആ ബാബു നമ്പൂരി ചേട്ടൻ നമുക്ക് വേണ്ടി വിളിക്കാമല്ലോ. അതല്ല മഹേഷ് പറഞ്ഞാണ്. എന്നാലും ഞാനിവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. അല്ല എങ്കിലും നമുക്കൊരു സ്റ്റാർ ഇപ്പൊ പ്രഷർ കൊടുക്കാലോ. പ്രഷർ കൊടുക്കാൻ ഞാൻ എന്താ ചെയ്യാ? ഏതായിട്ടാ ചെയ്യുക? നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കലാകാരൻ വിജയ് സേതുപതി ചെയ്യാം. വിനീത് ശ്രീനിവാസൻ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഒരുപാട് സഹായം ചേട്ടൻ ഇപ്പോൾ പുതിയ പടം ഡയറക്റ്റ് ചെയ്യുന്ന അറിഞ്ഞു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും പടത്തിൽ എനിക്കൊരു ചാൻസ് തരണം കേട്ടോ. ഉറപ്പായിട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മിമിക്രി ആർട്ടിസ്റ്റുകളെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഒരുപാട് പേര് അനുകരിക്കാറുണ്ട്. അപ്പോൾ അനുകരണ കലയിലെ രാജാക്കന്മാരുടെ ഒരു ഒത്തുചേരലാണ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. മൈക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. എങ്ങനെയുണ്ട്? നന്നായിട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. എനിക്കും സന്തോഷം നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞാൽ. താങ്ക് യു. ഒരുപാട് സന്തോഷം. ഒരു കോൾ വരുന്നുണ്ട്. ഓക്കെ. ഗംഭീരമായിട്ട് ഇതാണ് ഈ താങ്ക് യു. ഇതാണ് നമ്മുടെ മിമിക്രി കലാകാരന്മാർ എന്ന് പറയുമ്പോൾ കിട്ടുമ്പോൾ ഉള്ള സന്തോഷം നമുക്ക് വേറെ. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ
എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.